ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നയന ആദർശിൻ്റെ പുതിയ ഭാഗമാണ് പറയുന്നത്. അപ്പം നമ്മുടെ നയനയും ആദർശിൻ്റെയും ഭാഗങ്ങളിൽ നയന നമ്മുടെ നന്ദനം വീട്ടിലാണ് ഉള്ളത്. അപ്പം നന്ദനം വീട്ടിലെ നന്ദുവിൻ്റെ ഫോണിലേക്ക് രാത്രി ഇങ്ങനെ അനിത എന്ന് പറയുന്ന ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നയന നമ്മുടെ ഗോവിന്ദനോട് ചോദിച്ചു. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എനിക്കറിയില്ല മോളെ, അതൊക്കെ ആരാ എന്താണെന്നൊന്നും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ ഒഴിഞ്ഞു മാറി. എന്നിട്ട് നയന അവിടെ നിന്ന് മാറുമ്പോൾ ഗോവിന്ദൻ നേരെ നമ്മുടെ നന്ദുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്നെ ഇന്നലെ രാത്രി അനി വിളിച്ചിരുന്നു എന്ന്. എന്നിട്ട് ചോദിക്കണമെങ്കിൽ അനിത ആരാന്ന്. അപ്പം നമ്മുടെ നന്ദു പേടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദൻ നന്ദുവിനോട് പറയുന്നുണ്ട്, ആ ഫോണിങ് എടുത്തേ ഞാൻ നോക്കട്ടെ എന്ന്. അത് എന്തിനാച്ചാന്ന് പറഞ്ഞ് മടിച്ച് ഇങ്ങനെ കൊടുക്കാൻ ഒരു മടി പോലെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദൻ ആ ഫോണിങ് വാങ്ങിയിട്ട് ഇന്നലെ രാത്രി വന്ന് കോൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഈ നമ്പർ അനിയുടേതാണല്ലോ എന്ന്. അപ്പോൾ ഇപ്പോഴും അവൻ എന്തിനാ ഈ സമയത്തൊക്കെ നിന്നെ വിളിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ ഞാനത് അറിഞ്ഞിട്ടില്ല, ഞാൻ ഉറങ്ങിപ്പോയി, അനി വിളിച്ചിരുന്നു എന്നുള്ളത് രാവിലെയാണ് ഞാൻ അറിഞ്ഞത്, അല്ലാതെ വേറൊന്നും ഇല്ല, ചച്ചൻ കരുതുന്ന പോലെ മറ്റൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ കനകയും ഞാനും ഒരുപാട് സങ്കടപ്പെട്ട നമ്മുടെ നിൻ്റെ രണ്ട് മൂത്ത ചേച്ചിമാരെയും ആലോചിച്ച് അവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അനന്തപുരിയിലേക്ക് കയറിയതും അവിടെ ഇപ്പോൾ കടിച്ചു നിൽക്കുന്നതും. പക്ഷേ ഒരുവിധം ആ പ്രശ്നങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടുമില്ല. അതിനിടയിൽ ഇനി ഇതും കൂടി, അതായത് അനിയുടെ കല്യാണമായിട്ടുണ്ട്, ആ കല്യാണം മുടങ്ങുകയോ മറ്റോ ചെയ്താൽ അനിയുടെ വീട്ടുകാരും ആ അനിയെ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരും ആ പെൺകുട്ടിയൊക്കെ ഒത്തിരി വേദനിക്കും. അത് നിനക്ക് കാണണോ, അതിൻ്റെ കൂടി ശാപം നമ്മൾ വാങ്ങിച്ച് കൂട്ടണമെന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ നമ്മുടെ നന്ദുവിനെ കുറച്ച് ഉപദേശിക്കുകയാണ്. അപ്പം നന്ദു പറയും, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, അച്ഛൻ കരുതും പോലെ അച്ഛൻ പേടിക്കേണ്ട ഒന്നും ഞാൻ ഒന്നിനും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു ഒഴിഞ്ഞു മാറുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആദർശ് രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഇവളെന്തായി കോഫി ഇല്ലല്ലോ ഇന്ന്, കോഫി കൊണ്ട് ഇവൾ വന്നില്ലല്ലോ, ഇവൾക്ക് എന്ത് പറ്റി, ഇവൾ താമസിച്ചായിരിക്കും എണീറ്റത്, അല്ലെങ്കിൽ ഇപ്പോൾ കുളിച്ച് ഒരുങ്ങിയിട്ടൊക്കെ കിച്ചണിൽ പോയിട്ടുണ്ടാവുള്ളൂ, അതോ ഇനി കുളിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് കോഫി വേണമെന്ന് നമുക്ക് അറിയാമല്ലോ, ഇവളത് എവിടെ ചെന്ന് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിൽ പിറുപിറുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി കോഫി കൊണ്ടുവന്ന് ഇങ്ങനെ നീട്ടുന്നത്. അപ്പം ആദർശ് കോഫി കാണുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, എന്താടി ഇത്രയും താമസിച്ചത് എന്ന് പറഞ്ഞിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആദർശിൻ്റെ അമ്മയെ തന്നെയാണ് ആദർശ് കാണുന്നത്. അയ്യോ അമ്മയായിരുന്നു, എന്താ അവളവിടെ പോയി, അവളല്ലേ കോഫി കൊണ്ട് വരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ തൽക്കാലം ഇപ്പോൾ ഈ കോഫി കുടിക്ക്, എന്തേ അവൾ പറഞ്ഞ കോഫി മാത്രമേ നീ കുടിക്കത്തുള്ളൂ എന്നൊക്കെ ദേവയാനിയും പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, നീ എന്താ പറഞ്ഞത്, അവൾ കോഫി തന്നിട്ട് നീ ആ തരുന്ന കോഫിക്ക് നീ എന്താ എന്നോട് ഉദ്ദേശിച്ച് ചോദിച്ചത്, ഒരാൾ വിട്ടു പോകുമ്പോൾ നിനക്ക് എന്ത് സങ്കടം ഉണ്ടെന്നോ എന്തൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ, അതൊക്കെ അങ്ങനെയൊന്നും അല്ല അമ്മേ, ഇതാണെന്നൊക്കെ പറഞ്ഞ് ആദർശൻ നിന്നിടത്ത് തന്നെ കളം ചവിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും നീ കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് വാ, അപ്പോഴത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ഇങ്ങനെ അത് കേട്ടിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ചിന്തിക്കുക. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദന വീട് തന്നെയാണ്. അവിടെ നയന നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു ഒന്ന് റെഡിയായിട്ട് വാ, നമുക്കൊന്ന് നടക്കാം, പുറത്തേക്ക് പോകാം, നടക്കാമെന്ന് പറയും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, വേണ്ട ചേച്ചി ഇന്ന് വേണ്ട, നമുക്ക് നാളെ പോവാം. അപ്പോൾ പറ്റത്തില്ല, നമുക്ക് ഇന്ന് തന്നെ പോകണം, നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ കാര്യം ഇന്ന്, നീ ഇറങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞ് നന്ദു പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് നമ്മുടെ നയന പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ ഇറങ്ങും, നീയും റെഡിയായി നിൽക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവും നയനയും കൂടി രാവിലെ ഒന്ന് നടക്കാനായിട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നടന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ ആദർശം മറ്റൊരു വഴി കൂടെ നടന്ന് വന്നിട്ട് രണ്ടുപേരും കൂടി ശരിക്കും ആദ്യം നന്ദുവാണ് ആദർശിനെ കാണുന്നത്. അപ്പം നന്ദു പറയുന്നുണ്ട്, ദേ ചേച്ചി ആദർശേട്ടനെന്ന്. അപ്പം ആദർശേട്ടനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ തന്നെ ഇവർ കാണുന്നുണ്ട്. അപ്പോഴത്തേക്കും നയന വിളിക്കുന്നുണ്ട്, ആദർശേട്ടാന്ന്. നീയും നടക്കാൻ ഇറങ്ങിയോ, നീ എന്താ ഈ വഴിക്ക്, നിനക്ക് ഇതൊന്നും പതിവില്ലാത്തതാണല്ലോ, നീ എന്താ എന്നെ കാണാനാണോ ഇറങ്ങിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ആരെയും കാണാനായിട്ട് ഇറങ്ങിയല്ല, സാധാരണ നന്ദു നടക്കാറുണ്ട്, അപ്പോൾ അവൾ വിളിച്ചപ്പോൾ ഒരു കമ്പനി കൊടുക്കാൻ കൂടെ വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നയന പറയുന്നുണ്ട്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ എന്താ ഇങ്ങനെ, ആദർശേട്ടൻ ഈ വഴി പരിചയമില്ലല്ലോ, ഈ വഴി സാധാരണ വരാറും ഇല്ലല്ലോ, ഇത് ഇത്തിരി ദൂരമല്ലേ, പിന്നെ എന്താ ഇതുവഴിയൊക്കെ വന്നതെന്ന് കേൾക്കുമ്പോൾ ആദർശം എന്താ അവൾ ചോദിക്കണമെന്നുള്ള അതിനൊക്കെ തർക്കുത്തരമായിട്ടുള്ളൊരു മറുപടിയൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ്. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ കണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ എന്താ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആദർശ് ദേഷ്യപ്പെട്ട് പോയിട്ട് ആദർശ് തന്നെ പറയുന്നുണ്ട്, അയ്യോ വേണ്ടായിരുന്നു, കൂടിപ്പോയോ എന്നൊക്കെ. അത് കഴിഞ്ഞ് നേരെ നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇത്ര ദേഷ്യം, അത് ആദർശേട്ടൻ എന്നോട് പണ്ടേ വെറുപ്പല്ലേ, അതിപ്പോഴും ഒന്ന് മാറിയെന്ന് ഞാൻ കരുതിയത്, മാറി നിന്നപ്പോഴെങ്കിലും അല്പം സ്നേഹം ഉണ്ടാവുമെന്ന് കരുതി, മാറ്റമൊന്നുമില്ല എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. എന്നിട്ട് ആദർശ് വീട്ടിലേക്ക് തിരികെ ചെല്ലുമ്പോൾ നമ്മുടെ കനക ചോദിക്കുന്നുണ്ട്, മോനെ നയനയും നന്ദുവിനെയൊക്കെ കണ്ടിരുന്നില്ലേ, അപ്പം ന്യൂസിങ് എത്തി, ഒരു പെട്ടെന്ന് തന്നെ വിളിച്ച് പറഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാനൊരു അമ്മയല്ലേ മോനെ, എന്നോട് പറയാതിരിക്കുമോ
പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ പിന്നെ ആദർശ് പറയുന്നുണ്ട്, അച്ഛ അമ്മ എവിടെ പോയി, എൻ്റെ എണ്ണയൊക്കെ തീർന്നിരിക്കുകയാണ്, അപ്പോൾ ഒന്ന് എടുക്കണം, കാച്ചി എണ്ണ വേണമായിരുന്നു, നയനയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജയൻ കുറച്ച് ഉപദേശിക്കുന്നുണ്ട് നയനയുടെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറയുന്നുണ്ട്, ദേവേനയ്ക്ക് സുഖമില്ല, ഒന്ന് കിടക്കുകയാണ്, ഒത്തിരി പണിയൊക്കെ ചെയ്ത് തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ജീവിക്കുന്നത് പോലെ ഒരു ഭാര്യ ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ കാണിക്കുന്നത് നിൻ്റെയും നയനയുടെയും ജീവിതത്തിലേക്കാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നയനയെ പോയി വിളിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറയുന്നുണ്ട്, അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ തീരുമാനം നയനയ്ക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് അവിടെ നിന്നോട്ടെ എന്ന്. അപ്പോൾ അവൾക്ക് സന്തോഷം അവളുടെ വീട്ടിൽ കിട്ടുന്നുണ്ട്, അപ്പോൾ അവളവിടെ നിൽക്കട്ടെ, ആരും പോയി വിളിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആദർശിനൊരു പിരിമുറുക്കം പോലെയുണ്ട്, നയനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളത്. അപ്പോഴത്തേക്കും ആദർശ് ഇങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് പറയുകയാണ്, നീ ആരെയും നോക്കരുത്, ഭാര്യയ്ക്ക് ഭാര്യ തന്നെ വേണം, മറ്റൊന്നും നമുക്ക് പകരക്കാരാവില്ല എന്നൊക്കെ നമ്മുടെ ആദർശിൻ്റെ അച്ഛനും ഉപദേശിക്കുകയാണ്. അപ്പോഴത്തേക്ക് കനക വരുന്നുണ്ട്. കനകയോടും ആദർശിൻ്റെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട്, മോളുള്ളപ്പോൾ മോളുടെ കാര്യങ്ങളെല്ലാം, മോൾ ഇവിടുത്തെ എല്ലാവരുടെ കാര്യങ്ങളും ഒന്നിനൊരു കുറവില്ലാതെ നോക്കി നിർന്നത്, എൻ്റെ മോനത് മനസ്സിലാകുന്നില്ല, ഇനി അവൻ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നൊക്കെയുള്ള രീതിയിലൊരു സങ്കടത്തോടെയൊക്കെ കനകയോട് പറയുന്നുണ്ട്. അപ്പോൾ കനക ഇതൊക്കെ കേൾക്കുന്നതുകൊണ്ട് കനകയ്ക്ക് ഒരു വല്ലാത്ത വിഷമം ഉണ്ടാവുന്നുണ്ട്. എന്നിട്ട് ആദർശ് പിന്നെ ഈ ജയൻ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ആദർശിൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പം ആദർശിൻ്റെ തലയിൽ മസാജ് ചെയ്തതും എണ്ണ വെച്ച് തേച്ച് പിടിപ്പിക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള നയനയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ പിന്നെ ജയൻ പറഞ്ഞതും, അതായത് നിങ്ങളാണ് ഇത് ശരിക്കും യഥാർത്ഥത്തിൽ നന്നായിട്ട് ജീവിക്കാനുള്ളത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ആദർശം നിൽക്കുന്നതാണ് ആ ഭാഗങ്ങൾ. അപ്പോൾ ഓക്കെ, താങ്ക് യു.